വയനാട് ദുരന്തത്തിൻ്റെ നടുക്കം ഓരോ കാഴ്ച കാണുമ്പോഴും നമ്മൾ കൂടി വരും. ദുരന്തത്തിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് ക്യാമറ തിരിക്കുകയാണ് 24. നൂറുകണക്കിന് മനുഷ്യരെ മണ്ണിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ദീപക് തരംബവും ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടും നടത്തിയ ഒരു യാത്ര. മഹാദുരന്തം ആദ്യമെത്തിയത് പുഞ്ചിരമറ്റത്തെ ഈ മലമുകളിലാണ്. ദുരന്തം ആദ്യം ഉരുൾപൊട്ടിയെത്തിയ മേഖലയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. കഠിനമാണ്, ചെങ്കുത്തായ കയറ്റം. ഉരുൾപൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങൾ കാരണം നീങ്ങുകയും അസാധ്യമാണ്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഈ മല കയറുകയാണ്. വയനാട് ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം റിസർവ് ഫോറസ്റ്റിലാണ്, നിരോധിത മേഖലയിലാണ്. അതായത് ഈ ബോർഡ് കാണാം, ഇതിനകത്തേക്ക് കടക്കുന്നത് കുറ്റകരമാണ്. ഇതിന് മുകളിലുള്ള ഏറ്റവും മുകളിലെ മലയ്ക്ക് മുകളിലാണ് ഉരുൾപൊട്ടൽ ആദ്യമുണ്ടായത്. ദുരന്തം ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ പ്രദേശവാസി അലവിയുടെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എത്ര മണിക്കാണ് ഈ ആദ്യത്തെ പൊട്ടൽ അറിയുന്നത്? എങ്ങനെയായിരുന്നു? 1:40 ഇത് പൊട്ടിയത്. പിന്നെ അപ്പോഴത്തേന് ആൾക്കാരൊക്കെ 1:40 ആയപ്പോഴത്തേന് പിന്നെ ഒരു 1:50 ആയപ്പോഴത്തേന് ആൾക്കാരൊക്കെ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് റിസോർട്ടിലേക്ക് പോയതും ആൻസിൻ്റെ പുരയ്ക്ക് പോയതൊക്കെ. ഇവിടുന്ന് വെള്ളമൊക്കെ കൊടുത്ത് ചൂടുവെള്ളമൊക്കെ കൊടുത്ത് പറഞ്ഞേച്ചാ. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ പോട്ടിന് ഭയങ്കര വരവേനു. ആ വരവ് തന്നെ എല്ലാവരും പോയി, തൂത്തുവാരി ഇവിടുന്നൊക്കെ പോയി. അവിടെ നിന്നൊക്കെ ഒച്ചയുമ്പോഴേക്ക് കേട്ടിരുന്നു. നമുക്ക് രക്ഷിക്കാൻ കഴിയില്ലല്ലോ, അതിൻ്റെ പേരിൽ നമ്മൾ പോകാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ പൊട്ട് ലാസ്റ്റ് അത് മൊത്തം തൂത്തുവാരിയാണ് പോയി, ചൂരൽമല വരെ പോയി. അത് 4 മണിയായിട്ടുണ്ടാവും. അതോടെ കഴിഞ്ഞു പൊട്ട്. വയനാട് ദുരന്തത്തിൻ്റെ ആഘാതം എത്രയെന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിലും അപ്പുറമാണ്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ഞങ്ങൾ ചെന്നപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്. ഈ ദുരന്തഭൂമിയിൽ നിന്നും ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ: വയനാടിനെ ചേർത്തു പിടിക്കണം, എല്ലാ അർത്ഥത്തിലും എല്ലാവരും. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24.